കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. സങ്കീർത്തനങ്ങൾ 16 അതിൻ്റെ 10-ാമത് വാക്യം. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 16 സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. അതിൽ വായിച്ച വാക്യം 10-ാം വാക്യമാണ്. അവിടെ പറയുന്ന രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കില്ല. എന്താ ദ്രവത്വം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നത് നശിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ള ഒരു വാക്കാണ് അതിനകത്ത് കാണുന്നത്. നമുക്ക് ഈ വാക്ക് ചേർത്ത് പറയാൻ കഴിയുന്നത് യേശുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലാണ്. ഇതൊരു ദാവീദിന്റെ പ്രാവചനിക വെളിപ്പാട് കൂടെയാണ്. യേശു കർത്താവിന്റെ ക്രൂശീകരണത്തെ പറ്റി കൂടെ പറയുന്ന ഒരു ഭാഗം കൂടെയാണ് ഈ സങ്കീർത്തനം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിച്ചേ, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. നമുക്കറിയാം, യഹൂദ ജനം ഒന്നടങ്കം, പരീശന്മാരനായ ശാസ്ത്രിമാർ, അന്നത്തെ യഹൂദ പ്രമാണിമാർ ഒന്നടങ്കം റോമൻ ഗവൺമെന്റിനെയും പടയാളികളെയും പിലാത്തോസിനെയും കൂട്ടുപിടിച്ച് യേശുവിനെ തകർക്കാൻ വേണ്ടി ഉന്നം വെക്കുന്നതാണ് നമ്മുടെ ക്രൂശീകരണം. ക്രൂശീകരണം എന്നൊരു ദൈവ പദ്ധതിയാണ്. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് കാരണമായത് യേശു കർത്താവിന്റെ ക്രൂശുമരണമാണ്. പക്ഷേ യേശു കർത്താവിന്റെ ക്രൂശുമരണം എന്നുള്ളത് യാഥാർത്ഥ്യമായി നടക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് യഹൂദന്മാരുടെ ചിന്ത കടന്നുപോയി എന്നുള്ളതാണ്. കാരണം യേശു കർത്താവ് പരസ്യ ശുശ്രൂഷ കാലയളവുകൾക്കകത്ത് പറഞ്ഞൊരു വാചകമാണ്, അത് ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഈ മന്ദിരം നിങ്ങൾ പൊളിപ്പി, ഞാൻ ഇതിന് 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, പണിയുമെന്ന് കർത്താവ് പറഞ്ഞു വെച്ച ഒരു പ്രാവചനിക വെളിപ്പാടുണ്ട്. സ്തോത്രം. അപ്പം ആ വെളിപ്പാട് നടക്കുമെന്ന് ഇവർക്ക് അറിയാം. കാര്യം സ്തോത്രം, അതൊരു പ്രവചനവും കൂടെ ആയതുകൊണ്ട് നടക്കുമെന്നുള്ള ചിന്തകൾ യഹൂദന്മാരെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 3 ആണിമേൽ യേശുവിനെ ക്രൂശിച്ച് അരിമത്യക്കാരൻ യോസഫിന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്യുമ്പോൾ, സ്തോത്രം, അന്നുണ്ടായിരുന്ന യഹൂദ പ്രമാണിമാർ പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റാൽ ഇപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം കഷ്ടം ഇല്ലെങ്കിൽ ദുഃഖം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഏത് വിധേനയും അതിനെ തടുക്കണം എന്നുള്ള ചിന്തകൾ കൈമാറുവാനിട വന്നു. അങ്ങനെയാണ് പിലാത്തോസ് പടയാളികൾ അവിടേക്ക് വിടുന്നു, കല്ലുരുട്ടി വെക്കുന്നു, റോമൻ ഗവൺമെന്റിന്റെ മുത്തുര അതിന്റെ പുറത്ത് വെക്കുന്നു. സ്തോത്ര, ശക്തമായ കാവൽക്കൂട്ടം അവിടെ വെളിപ്പെട്ടു വരികയാണ്. ആവുന്നിടത്തോളം അവർ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു പ്രവചനമാണ്. കാര്യം എന്നതാ, എന്തൊക്കെ ചെയ്താലും കർത്താവിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അത് തന്നെയാണ് അച്ചവട്ടത്തിന്റെ 1-ാം ദിവസം, ഇല്ലെങ്കിൽ യേശു കർത്താവിന്റെ കല്ലറയിൽ വെച്ചതിന്റെ 3-ാം ദിവസം ഉയർപ്പിന്റെ ശക്തി യേശുവിന്റെ ശരീരത്തിൽ വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇതാ എന്താ നമുക്ക് തരുന്നൊരു ദൂത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചു നിൽക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ദ്രവത്വം കാണാൻ നോക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ? എന്തുവാ? നമ്മൾ നശിക്കുന്നത് കാണാൻ, നമ്മുടെ നാശം കാണാൻ, നമ്മുടെ അധപ്പതനം കാണാൻ, നമ്മുടെ തകർച്ച കാണാൻ നോക്കുന്ന വ്യക്തികളുടെ മുൻപേ തിരുവചനം പ്രാവചനിക വെളിപ്പാടായി പറയുന്നു, നിന്റെ ദ്രവത്വം കാണുവാൻ ദൈവം അനുവദിക്കുകയില്ല. യോസേഫിനെ പൊട്ടക്കിണറിന്റെ കുടിയിലേക്ക് എടുത്തിടുമ്പോഴും, മിദ്യാന്റെ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് യോസേഫിന്റെ സഹോദരങ്ങൾ വിൽക്കുമ്പോഴും, സ്തോത്രം, പോത്തിഫറിന്റെ വീടിൽ നിന്ന് ജയിലിലേക്ക് മാറുമ്പോഴും ശത്രു ഒരുക്കിയ ഒരു പദ്ധതിയുണ്ട് യോസേഫിനെ നശിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ നടന്നില്ലത്. കാര്യം ദൈവ പദ്ധതി അവനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ മേലൊരു അഭിഷേകമുണ്ടോ, നിന്റെ മേലൊരു ദൈവകൃപയുണ്ടോ, നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ടോ, നിന്നെ സ്തോത്രം തൊടുവാൻ ഒരു ദുർശക്തികൾക്ക് കഴിയത്തില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളെ നിശ്ചയമായിട്ട് സഹായിക്കും. നമ്മൾ ദ്രവത്വം കാണുവാൻ ആഗ്രഹിക്കുന്നവർ നോക്കി നിൽക്കെ നമ്മുടെ ഉയർപ്പും നന്മകളും കണ്ട് കർത്താവിന് ആനന്ദിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുന്ന് ഞങ്ങളെ ചെറുകടിയിൽ മറയ്ക്കണമേ കർത്താവേ. അവിടുത്തെ ശക്തിയാൽ, അവിടുത്തെ കൃപയാൽ അവിടെ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സമസ്ത തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.